ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുങ്ങി നിൽക്കുന്നത് എൻ്റെ വീട്ടിലോട്ട് പോകണം കേട്ടോ, കോട്ടയത്തോട്ട്. അപ്പോൾ നമുക്ക് ചിങ്ങവനത്ത് ഇറങ്ങിയിട്ടാണ് നമ്മൾ പോകുന്നത്. ചിങ്ങവനം പാറക്കുളത്താണ് വീട് കേട്ടോ. പാറക്കുളം പരുത്തുംപാറ എന്ന് പറയും, അവിടുത്തെ സ്ഥലത്താണ് വീട് കേട്ടോ. അപ്പോൾ ബാഗൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ. പാക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പക്ഷേ പോകുന്നതിന് കുറച്ച് നേരം മുമ്പാണ് പാക്ക് ചെയ്ത് കേട്ടോ. പെട്ടെന്നുള്ള തത്രപ്പാടിലായിരുന്നു കേട്ടോ. ഞാൻ പോകുന്ന കാര്യമൊക്കെ ഞാൻ വഴിയെ വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ 2:40 ട്രെയിൻ, ചിങ്ങവനത്ത് 2:40 ട്രെയിനുള്ളൂ കേട്ടോ. പിന്നെ അങ്ങോട്ട് ഇന്നത്തെ ദിവസമില്ല. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാറായപ്പോൾ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് ഇറങ്ങിയപ്പോൾ 2:25 കഴിഞ്ഞു. അങ്ങനെ ഇന്ന് വെച്ച് പിടിച്ച് 2:40 ട്രെയിന് വെച്ച് പിടിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് നഗ്നസത്യം മനസ്സിലായത്. ട്രെയിൻ പോയിട്ട് വെറും 2 മിനിറ്റായി. വെറും 2 മിനിറ്റായി കേട്ടോ. അങ്ങനെ ഇപ്പോൾ എന്തോ ചെയ്യാനോ ചാനാശ്ശേരിയിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ചാനാശ്ശേരിയിൽ നമുക്ക് ബസ്സിനോ അല്ലെങ്കിൽ ഓട്ടോ പിടിച്ചോ എങ്ങനെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ നടന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. അങ്ങനെ ഞങ്ങൾ കയറി വന്ന സമയത്ത് അച്ഛനും മോളും കൂടെ ഭയങ്കര ചർച്ചയിലാണ്. ട്രെയിൻ വാങ്ങാനുള്ള ചർച്ച വരെ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. എത്ര രൂപയാവുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ ലിഫ്റ്റ് കയറി. സെക്കൻഡ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ലിഫ്റ്റ് കയറി ഞങ്ങൾ അവിടെ 4:05 ട്രെയിനിനുള്ളത് കേട്ടോ, ചാനാശ്ശേരിയിലോട്ട്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, വെള്ളവും വേണം, എന്തെങ്കിലും കുറിക്കാനും വേണ്ടി. അങ്ങനെ രേഷേട്ടനും പിള്ളേരും കൂടെ അത് മേടിക്കാൻ പോയി. അങ്ങനെ ട്രെയിൻ വന്നപ്പോഴേക്കും എൻ്റെ മക്കളെ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. പിന്നെ ഒരു കുഞ്ഞ് കയ്യിലുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും എനിക്ക് സീറ്റ് കിട്ടി. മോക്ക് രേഷേട്ടനും കിട്ടിയില്ല കേട്ടോ. അങ്ങനെ 2 കായംകുളം കഴിഞ്ഞ ശേഷമാണ് അവർക്ക് സീറ്റ് കിട്ടിയത് കേട്ടോ. അപ്പോൾ രേഷേട്ടന് കിട്ടിയ സീറ്റാണിത് ഈ ജനലിൻ്റെ അരികത്ത്. അത് മഴയും പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നൈസായിട്ട് രേഷേട്ടനെ അവിടെ നിന്ന് മാറ്റി ഞാനും മോനും കൂടെ കയറിയിരുന്നു കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. ട്രെയിൻ കുറേ സ്ഥലത്തൊക്കെ പിടിച്ചിട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ലേറ്റായിട്ടാണ് നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അതുകൊണ്ട് രാത്രിയായി ഭയങ്കര മഴയായിരുന്നു. പിന്നെ മെയിനായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ മറന്നേ പോയി കേട്ടോ. വീടെത്താറായപ്പോഴാണ് അയ്യോ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവാണല്ലോ എന്നറിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. ഒരു 7:30 കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും. ഞങ്ങൾ വീട്ടിലോട്ട് വന്നപ്പോഴേക്കും അവിടെ ആരുമില്ല. അല്ലെങ്കിൽ വെളിയിൽ വന്ന് നിൽക്കുന്നതാണ്, ഞങ്ങൾ വരുന്ന കാത്ത് നിൽക്കുന്ന. പക്ഷെ ഇവിടെ ആരെയും കണ്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തിത് എവിടെ പോയി. പക്ഷെ കാറുള്ളതുകൊണ്ട് എവിടെയും പോകാൻ വഴിയില്ലെന്ന് മനസ്സിലായി. അങ്ങനെ തുറന്ന് കയറിയപ്പോൾ മമ്മി ഇത് അടുക്കളയിലായിരുന്നു കേട്ടോ. അതായത് ഞങ്ങൾ മഴ കാരണം ഞങ്ങൾ വന്ന വണ്ടിയുടെ ശബ്ദവും കേട്ടില്ല, ഒരു ശബ്ദവും മമ്മി കേട്ടില്ലെന്നാണ് പറഞ്ഞുകൊണ്ട് വന്നത് കേട്ടോ. അങ്ങനെ വന്ന് മോനെയൊക്കെ എടുത്തു. പിന്നെ വന്ന് കയറി കഴിയുമ്പോൾ രേഷയുടെ മെയിനായിട്ട് ഈ പരിപാടി, ഈ ക്രിക്കറ്റ് കാണാൻ വേണ്ടി മാത്രമാണ് അതിനകത്ത് കുത്തിയിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അതിന് അടുക്കളയിലോട്ട് നോക്കിയപ്പോഴേക്കും അനിയത്തി മുട്ടക്കറി ഉണ്ടാക്കുന്നു, മമ്മി പൂരി ഉണ്ടാക്കുന്നു. അങ്ങനെ മമ്മിയോട് പറഞ്ഞു, മമ്മി ഇച്ചിരി റെസ്റ്റ് എടുത്തു, ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞ്. എനിക്ക് ഈ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അത് ഞങ്ങൾ പൂരി ഉണ്ടാക്കി കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ അത്ര ഉള്ളത് വീഡിയോ ഇഷ്ടം.